പ്രിയമുള്ളവരെ, ഇന്നിനി എന്തിനെക്കുറിച്ച് പറയണം എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ യൂട്യൂബ് ഒന്ന് സ്ക്രോൾ ചെയ്തു. അപ്പോൾ ഒരു വീഡിയോ കാണാനിട വന്നു. ആദ്യം ആ വീഡിയോ നിങ്ങളെ കാണിക്കാം, അതിനുശേഷം ബാക്കി പറയാം. എന്റെ ഒരു സാധാരണ സംശയമാണ് കേട്ടോ. അതിന് പകരം അവന്റെ കോണ്ടാക്ട്സ് എത്ര പേരുണ്ടായിരിക്കും? 200, 300, 400, 500, 600 എത്ര പേരുണ്ടായിരിക്കും? അത്രയും ആളുകൾ മുഴുവൻ കാണുന്ന രീതിയിൽ ഇവൻ എന്തിനാണ് ഈ സ്റ്റാറ്റസ് ഇടുന്നത്? അതായത് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ എന്റെ ഭാര്യയെ വിട്ടുപിരിയാണ് സുഹൃത്തുക്കളെ. എനിക്ക് അവളെ ഇല്ലാതെ പറ്റുന്നില്ല. ഞാൻ ഗൾഫിലേക്ക് എത്തിയിരിക്കുന്നു. എനിക്ക് അവളെ ഈ രാത്രി എനിക്ക് അവളെ പറ്റി ഓർമ്മ വരുന്നു. എനിക്ക് അവളെ മിസ് ചെയ്യുന്നു എന്നുള്ളത് ഈ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ട് ഓനക്ക് എന്ത് തേങ്ങ കിട്ടാനുള്ളതാണ്. പ്രിയമുള്ളവരെ, ആ വീഡിയോയുടെ മുഴുവൻ ഞാൻ കാണിച്ചിട്ടില്ല. ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടില്ല. അതായത് അയാളുടെ ഒരു സുഹൃത്ത് ഗൾഫിൽ മടങ്ങിപ്പോയി. അപ്പോൾ അയാൾ അവിടെ ചെന്നിട്ട് ഗൾഫിൽ ചെന്നിട്ട് അയാളുടെ ഫോണിൽ സ്റ്റാറ്റസ് ഇട്ടു. അത് ഇദ്ദേഹത്തിന്, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിന് അത് പിടിച്ചില്ല. അപ്പോൾ എന്തിനാണ് സ്റ്റാറ്റസ് ഇടുന്നത്, ആരെ കാണിക്കാനാണ്, കാണിച്ചാൽ എന്ത് തേങ്ങ കിട്ടും, എന്ത് കുന്തം കിട്ടും എന്നൊക്കെയാണ് ഇദ്ദേഹത്തിന് സംശയം. ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഒട്ടും പിടിച്ചില്ല. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറും പറ്റുമെങ്കിൽ സ്റ്റാറ്റസ് ഇടാൻ സാധിക്കും, സമയം കിട്ടുമെങ്കിൽ ഇടാം എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തിക്ക് അയാളുടെ എന്ത് മാനസികാവസ്ഥയിൽ അയാളെ പറഞ്ഞതെന്ന് അറിയില്ല. ഓരോ വ്യക്തി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ മാനസികാവസ്ഥയെ ആശ്രയിച്ചിരിക്കും, അല്ലേ? ഓക്കെ, അപ്പം എൻ്റെ അഭിപ്രായം ഇതിനെക്കുറിച്ച് ഇത് പൊതുവെ പല ആൾക്കാർക്കും ഇടയിലുള്ള ഒരു ഇതാണ്. എന്തിനാണ് ഇവർ ഇത് സ്റ്റാറ്റസ് ഇടുന്നത്? ഇപ്പോൾ കുറച്ചൊരു ടൈപ്പ് ആൾക്കാർ ഈ വിധത്തിൽ ചിന്തിക്കുന്നവരുണ്ട്, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അപ്പം അത് അങ്ങനെ അറിയാവുന്നത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് എന്ന് പറയാമെന്ന് വെച്ചത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഒരാൾ ഒരു സ്റ്റാറ്റസ് ഇടുന്നത് നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ നോക്കണ്ട, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ സ്റ്റാറ്റസ് നോക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ സ്റ്റാറ്റസ് ഇട്ട ആളുടെ മെൻ്റൽ സ്റ്റേറ്റാണ്. ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാൾ അവർ നല്ല ഹാപ്പി ആയിട്ടുള്ള മെസ്സേജസ് ചെയ്യും, സ്റ്റാറ്റസ് ആയിട്ടിടും. അല്ല സാഡായിട്ടാണെങ്കിൽ അങ്ങനെയുള്ളത്. അപ്പം എൻ്റെ ഹസ്ബൻഡ് മടങ്ങിപ്പോയി, ആ ഒരവസ്ഥയിൽ എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് സാഡായിരിക്കും നോർമലി. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നവരുണ്ടാവും, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ സാഡായിട്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ദുഃഖം ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ മെസ്സേജുകൾ ശരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അത് ഞാനുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകും. ഹസ്ബൻഡ് തിരിച്ചു പോയി, ഞാൻ വിഷമിച്ചിരിക്കുകയാണ് എന്നൊരു സിറ്റുവേഷൻ അവർക്കും മനസ്സിലാകും. എല്ലാവരെയും ഞാൻ വിളിച്ചറിയിക്കേണ്ട, ഓൺ ദ സ്പോട്ട് തന്നെ ആളുകൾക്ക് എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാകും. ഇതുപോലെയാണ് ഓരോരുത്തരുടെ അവസ്ഥയിലാണ് അവർ ഈ സ്റ്റാറ്റസ്. നിങ്ങൾ എന്തിന് ഇത്ര വറീഡാവുന്നു? തേങ്ങയും മാങ്ങയും ഒന്നും കിട്ടത്തില്ല. തേങ്ങയെക്കാട്ടിലും മാങ്ങയെക്കാട്ടിലും കുന്തത്തിനെക്കാട്ടിലും ഒക്കെ വിലയുള്ളതാണ് ഒന്ന് റിലാക്സ് ആവുക, മനസ്സമാധാനം കിട്ടുക എന്നുള്ളത്. അതിന് ആൾക്കാർ അവരുടെ സന്തോഷത്തിന് ചെയ്യും. നിങ്ങൾ എന്തിന് ഇത്ര വറീഡാകുന്നു?